നമസ്കാരം. ഇന്നത്തെ ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ പാകിസ്ഥാൻ എന്ന രാജ്യം വെറും ഒരു പ്രാദേശിക പ്രശ്നമല്ല. അത് യൂറോപ്പിന്റെയും ഏഷ്യയുടെയും സുരക്ഷയെ ഒരുപോലെ വെല്ലുവിളിക്കുന്ന ഒരു അസ്ഥിരതാ കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഫിന്നിഷ് സൈനിക ഇന്റലിജൻസിന്റെ ഏറ്റവും പുതിയ വിലയിരുത്തൽ ഇതിനെക്കുറിച്ച് വ്യക്തമായ മുന്നറിയിപ്പാണ് നൽകുന്നത്. പാകിസ്ഥാനുമായി ബന്ധമുള്ള ഇസ്ലാമിക ജിഹാദി ഗ്രൂപ്പുകൾ യൂറോപ്പിന് വളർന്നു വരുന്ന ഭീഷണിയാണ് എന്നുള്ളതാണ് ആ മുന്നറിയിപ്പ്. ഈ ഭീഷണി ഭീകരാക്രമണങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല. സാമൂഹിക അസ്ഥിരത, മത തീവ്രവാദം, രാഷ്ട്രീയ അഴിമതി, കുടിയേറ്റ പ്രശ്നങ്ങൾ എല്ലാം ഇതിന്റെ ഭാഗമാണ്. പാകിസ്ഥാൻ മുഴുവൻ ലോകത്തിനും ഭീഷണിയായി മാറുകയാണ്. അവരുടെ ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഭീകരത ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. 2026 ഫിന്നിഷ് മിലിറ്ററി ഇന്റലിജൻസ് റിവ്യൂ ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഇസ്ലാമിക ജിഹാദി ശൃംഖലകൾ യൂറോപ്പിന് സ്ഥിരവും വളർന്നു വരുന്നതുമായ സുരക്ഷാ ഭീഷണിയായി മാറിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. മുൻപ് അവർ ഇന്ത്യക്ക് ഭീഷണിയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരുടെ വ്യാപ്തി മുഴുവൻ ലോകത്തെയും വ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ അവർ വലിയ അന്താരാഷ്ട്ര സംവിധാനത്തിൽ പങ്കാളികളാണ് എന്നും റിപ്പോർട്ട് പറയുന്നു. ഏതായാലും ഈ ക്ലാസിഫൈഡ് ഫിന്നിഷ് മിലിറ്ററി ഇന്റലിജൻസ് റിവ്യൂ പാശ്ചാത്യ രഹസ്യാന്വേഷണ ഏജൻസികളുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ്. പാകിസ്ഥാൻ വംശജരായ തീവ്രവാദ ശൃംഖലകൾ ദക്ഷിണേഷ്യയും യൂറോപ്പിനെയും ബാധിക്കുന്ന ഒരു തീവ്രവാദ ബന്ധത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് യുകെയും ഫ്രാൻസും പരസ്യമായി അവകാശപ്പെട്ടതിനു ശേഷമാണ് ഫിന്നിഷ് വിലയിരുത്തൽ റിപ്പോർട്ട് വന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ജർമ്മനി, നെതർലാൻഡ്സ് എന്നിവയുൾപ്പെടെ നിരവധി യൂറോപ്യൻ രാജ്യങ്ങൾ ഔദ്യോഗിക പ്രസ്താവനകളിലും ഇന്റലിജൻസ് വിലയിരുത്തലുകളിലും കോടതി നടപടികളിലും പാകിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പുകളായ ലഷ്കർ-ഇ-തോയ്ബ, ജെയ്ഷെ-മുഹമ്മദ് എന്നിവയുമായി ബന്ധപ്പെട്ട സുരക്ഷാ ആശങ്കകൾ ആവർത്തിച്ച് ഉദ്ധരിച്ചിട്ടുണ്ട്. ഫിന്നിഷ് സൈനിക ഇന്റലിജൻസ് വിലയിരുത്തൽ പ്രകാരം ഇസ്ലാമിക് ജിഹാദ് കുറഞ്ഞിട്ടില്ല, മറിച്ച് വർദ്ധിച്ചു കഴിഞ്ഞുവെന്നാണ്. തീവ്രവാദ ഇസ്ലാമിക ഗ്രൂപ്പുകളെ വെറും തീവ്രവാദ സംഘടനകളായിട്ടല്ല, മറിച്ച് ഹൈബ്രിഡ് യുദ്ധ സംഘടനകളുടെ അഭിവാജ്യ ഘടകങ്ങളായാണ് റിപ്പോർട്ട് വിശേഷിപ്പിക്കുന്നത്. സൈബർ കുറ്റകൃത്യങ്ങൾ, പ്രോക്സി ആക്രമണം, അസ്വീകാര്യമായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയ കൃത്രിമത്വം തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഈ നെറ്റ്വർക്കുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ഫിന്നിഷ് ഇന്റലിജൻസ് ഏജൻസികൾ പറയുന്നു. ഈ അപകടകരമായ ആവാസ വ്യവസ്ഥയുടെ കേന്ദ്രമായ പാകിസ്ഥാനെ റിപ്പോർട്ട് തിരിച്ചറിയുന്നു. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഭീഷണിയല്ല, മറിച്ച് ആഗോള അസ്ഥിരതയിലേക്കും നയിച്ചേക്കാമെന്ന് റിപ്പോർട്ട് വാദിക്കുന്നു. പാകിസ്ഥാനിൽ ഉത്ഭവിക്കുകയും അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യുന്ന തീവ്രവാദ സംഘടനകളുടെ പ്രാഥമിക ലക്ഷ്യം ഇന്ത്യയാണെങ്കിലും യൂറോപ്പും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളും ഇതിൽ നിന്ന് മുക്തമല്ല എന്നതാണ് വാസ്തവം. ഇന്ത്യക്കെതിരായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പാകിസ്ഥാൻ കൈകാര്യം ചെയ്യുന്നവർ ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ ഉപയോഗിക്കുന്നുണ്ടെന്നും ഫിന്നിഷ് ഇന്റലിജൻസ് വിലയിരുത്തുന്നു. പാകിസ്ഥാൻ വർഷങ്ങളായി ഭീകരതയ്ക്കെതിരായ യുദ്ധം എന്ന മുഖാവരണം ധരിച്ചുകൊണ്ട് പിന്നാമ്പുറത്ത് തീവ്രവാദ സംഘങ്ങളെ സംരക്ഷിക്കുകയും തീറ്റിപ്പോറ്റി വളർത്തുകയും ചെയ്തുവെന്ന ആരോപണം ഇന്നൊരു രഹസ്യമല്ല. ലഷ്കർ-ഇ-തോയ്ബ, ജെയ്ഷെ-മുഹമ്മദ് പോലുള്ള സംഘടനകൾ പാകിസ്ഥാൻ മണ്ണിൽ നിന്നാണ് വളർന്നത് എന്ന യാഥാർത്ഥ്യം ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. ഈ സംഘങ്ങളുടെ പ്രധാന ലക്ഷ്യമായത് ഇന്ത്യയാണെങ്കിലും അവയുടെ വിഷം ഇന്ന് യൂറോപ്പിലേക്കും വ്യാപിച്ചിരിക്കുന്നു. ഇവിടെയാണ് ഇന്ത്യയുടെ, പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാട് ആഗോള പ്രാധാന്യം നേടുന്നു. മോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ഭീകരതയ്ക്കെതിരെ ഒരു നയതന്ത്ര നിലപാടിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അത് ഉറച്ച രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെയും ദേശീയ സുരക്ഷയെ മുൻതൂക്കം നൽകുന്ന ഭരണകൂടത്തിന്റെയും പ്രതീകമാണ്. ഭീകരതയും ചർച്ചയും ഒരുമിച്ച് നടക്കില്ല എന്ന ഇന്ത്യയുടെ നിലപാട് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങളും ആവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. യൂറോപ്പിനെ കണ്ണടച്ചിരിക്കില്ല. സുരക്ഷയ്ക്ക് ഭീഷണിയായ രാജ്യങ്ങളെ സ്ട്രാറ്റജിക് പാർട്ണർ എന്ന പേരിൽ സംരക്ഷിക്കുന്ന കാലം അവസാനിക്കുകയാണ്. പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് നയങ്ങൾ തുറന്നുകാട്ടപ്പെടുമ്പോൾ ഇന്ത്യ പോലുള്ള ഉത്തരവാദിത്വപരമായ ശക്തികളോടാണ് ലോകം ചേരുന്നത്. ഈ പശ്ചാത്തലത്തിൽ മോദിയെയും ഇന്ത്യയെയും പിന്തുണയ്ക്കുന്നത് ഒരു രാഷ്ട്രീയ നിലപാട് മാത്രമല്ല, അത് ആഗോള സുരക്ഷയ്ക്കുള്ള ഒരു നിലപാട് കൂടിയാണ്. ഇന്ന് ലോകം ഒരു വഴിത്തിരിവിലാണ്. ഭീകരതയെ പ്രാദേശിക പ്രശ്നം എന്ന് വിളിച്ച് അവഗണിച്ചിരുന്ന കാലം അവസാനിച്ചു. പാകിസ്ഥാനുമായി ബന്ധമുള്ള ജിഹാദി ശൃംഖലകൾ യൂറോപ്പിന്റെ തെരുവുകളിലും രാഷ്ട്രീയത്തിലും വരെ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നുവെന്ന് ബോധ്യമായതോടെ അന്താരാഷ്ട്ര സമൂഹം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ മുന്നറിയിപ്പുകൾ ശരിയായിരുന്നു എന്ന് ലോകം വൈകിയെങ്കിലും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഭീകരതയ്ക്ക് എവിടെയും ഇടമില്ല എന്ന സന്ദേശം ശക്തമായി ഉയരുമ്പോൾ ചരിത്രം ഓർക്കുക, ആ ശബ്ദത്തിന് മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ മുൻപന്തിയിലുണ്ടായിരുന്നു എന്നതാണ്.